ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വിറ്റാമിൻ സി സിറത്തിനെ പറ്റിയിട്ടാണ്. ഇതാണ് ഫോക്സ്ടെയിലിൻ്റെ വിറ്റാമിൻ സി സിറം. ഫോക്സ്ടെയിലിൻ്റെ പഴയ വിറ്റാമിൻ സി സിറത്തിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ അതിൻ്റെ ഫോമുലേഷൻ ബെസ്റ്റ് ആയിരുന്നു. ഫോമുലേഷൻ പറയത്തില്ല, അതിൻ്റെ ഫോമുലേഷൻ പാക്കേജിങ് എല്ലാ കാര്യത്തിലും അവർ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോൾ ഫോമുലേഷൻ സ്റ്റേബിൾ ഫോമുലേഷൻ അല്ലായിരുന്നു. ബാക്കി രീതിയിൽ ഫോമുലേഷൻ ഒക്കെ ആയിരുന്നു, പക്ഷേ അതിൻ്റെ സ്റ്റെബിലിറ്റി ഭയങ്കര ബോറായിരുന്നു. വിറ്റാമിൻ സി എക്സ്പെഷ്യലി പെട്ടെന്ന് ഫോമുലേറ്റ് ചെയ്യുന്നത് ഓക്സിഡൈസ് ആവുന്നത് കൊണ്ട് തന്നെ അത് ആ ഓക്സിഡൈസേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ പാക്കേജിങ്ങിലൂടെ ആയിരുന്നു. ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഫോക്സ്ടെയിലിന്റെ വിറ്റാമിൻ സി സെറം എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയത്. അപ്പോൾ ഇപ്പൊ ആരെങ്കിലും നമ്മൾ ഓറഞ്ച് കളർ ഫോക്സ്ടെയിൽ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഫോക്സ്ടെയിലിന്റെ തന്നെ വേണമെങ്കിൽ അവരുടെ പുതിയ വിറ്റാമിൻ സി സെറം നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ ടു 10% ആണെങ്കിൽ നല്ല ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സെറം നല്ല ഓപ്ഷനാണ്. ഫോക്സ്ടെയിൽ നല്ലതായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിന്റെ പാക്കേജിങ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടും ഒരുപാട് അതിന്റെ ഓക്സിഡൈസേഷൻ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് ഫീൽ ആയതുകൊണ്ടും ഞാൻ അതിപ്പോൾ ആരുടെ റെക്കമെൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും ഡോട്ട് ഉണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ ഇരിക്കും. ഇപ്പോൾ ആയാലും മറക്കണ്ട.